ചേട്ടാ, ഇപ്പം ആദ്യം പറഞ്ഞതെല്ലാം തിരുത്തി പറഞ്ഞിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്നാണ് കരുതുന്നത്? ഞാനിപ്പോൾ മറ്റ് ചാനലിലൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചതേ ഉള്ളൂ. അതായത് തീർച്ചയായിട്ടും അവളൊരു സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. കാരണം അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവൻ തന്നെ ഒരുക്കിയിട്ടുള്ള കെണിയാണിത്. അത് സമ്മർദ്ദത്തിന് വഴങ്ങി തന്നെയാണ് അവൾ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഈ ഞങ്ങൾ 12-ാം തീയതി അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അടുക്കള കാണാൻ പോയിരുന്നല്ലോ. അവിടെ ചെല്ലുമ്പോൾ അവളുടെ നെറ്റിയിൽ മുഴയുണ്ടായിരുന്നു, കഴുത്തിൽ പാടുകളുണ്ടായിരുന്നു, മൂക്കിൽ നിന്ന് രക്തം വന്നതിൻ്റെ അടയാളങ്ങളുണ്ടായിരുന്നു. അപ്പം മർദ്ദിച്ചിട്ടില്ല, ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഈ ഇതിൻ്റെ മൊബൈലിൻ്റെ വയറിട്ട് കുടുക്കിയിട്ടില്ല എന്നൊക്കെ അവൾ പറഞ്ഞതായിട്ട് അറിയുന്നു. പക്ഷേ ഈ പാടുകൾ പിന്നെയും ഉണ്ടായി. അപ്പോൾ ഇതെല്ലാം അവൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവളെ നേരിട്ട് കണ്ടതിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരിക്കുന്നത്. ഈ സംഭവത്തിന് ശേഷം മകൾക്ക് ഈ രാഹുലുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നോ? കോണ്ടാക്ട് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. കാരണം ഇനി അവർ രഹസ്യമായിട്ട് ഇവർ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഞങ്ങളൊന്നും വിളിച്ചിട്ടില്ല. രാഹുൽ ബ്രെയിൻ വാഷ് ചെയ്ത് ഇത്തരത്തിൽ പറയിപ്പിച്ചാണെന്നാണ് നിങ്ങൾ കരുതുന്നത്? തീർച്ചയായിട്ടും രാഹുലോ രാഹുലിൻ്റെ കൂട്ടാളികളോ അത് ശരിക്കും ബ്രെയിൻ വാഷ് ചെയ്ത് പറയിപ്പിച്ചതാണ്. കാരണം എൻ്റെ മകളെ ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. കാരണം അച്ഛനോടും അമ്മയോടും ഒക്കെ അത്ര സ്നേഹത്തോടു കൂടി പെരുമാറുകയാണ്. ഞങ്ങളും അവളോടും അത്രയും സ്നേഹത്തോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടായിട്ട് പോലും അവളെ ശ്രദ്ധിച്ച് സ്നേഹത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ദിവസം വരെ കഴിഞ്ഞിരുന്നത്. അപ്പോൾ ഇങ്ങനെ പറയണമെങ്കിൽ അതൊരു സമ്മർദ്ദം തന്നെയാണ്. ഇപ്പം നിലവിൽ മകളുമായിട്ട് കോണ്ടാക്ട് ഇല്ല, എവിടെയാണെന്ന് അറിയില്ല എന്നാണ്? ഇല്ല, മകൾ എവിടെയാണെന്ന് അറിയില്ലല്ലോ. ഞങ്ങളിപ്പോൾ ശനിയാഴ്ച വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശനിയാഴ്ച വിളിച്ചപ്പോൾ അവൾ ഫോൺ എടുത്തു. പേഴ്സണൽ കാര്യങ്ങളാണ് സംസാരിച്ചത്, അമ്മയാണ് എടുത്തത്. പിന്നീട് ഞായറാഴ്ച മുതൽ സ്വിച്ച് ഓഫാണ്. അപ്പോൾ തിങ്കളാഴ്ച വിളിച്ചപ്പോഴും രാവിലെ വിളിച്ചപ്പോഴും സ്വിച്ച് ഓഫാണ്. അപ്പോൾ അതിനുശേഷമാണ് ഞങ്ങൾ ഓഫീസിലേക്ക് വിളിച്ചത്. ഓഫീസിൽ വിളിച്ചപ്പോഴാണ് പറയുന്നത് 3-ാം തീയതി മുതൽ 21-ാം തീയതി വരെ അവധിക്ക് അപേക്ഷിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഓഫീസിൽ വന്നിട്ടില്ല. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇവൾ മിസ്സിംഗ് ആണ്. ആ മിസ്സിങ് വന്നതിന് ശേഷമാണ്, അറിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ വടക്കേക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ലൈവിൽ പറയുന്നത് രാഹുൽ ഒരു തരത്തിലും ഉപദ്രവിച്ചിട്ടില്ല, അതായത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായി എണ്ണി പറഞ്ഞ് തിരുത്തി പറയുകയാണ്. ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ ഉണ്ടാവുന്ന എന്തെങ്കിലും അറിയിപ്പ് നിങ്ങളോട് തന്നിരുന്നോ? അയ്യോ, ഞങ്ങളോട് അങ്ങനെ ഒരു അറിയിപ്പ് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. ഇത് ഇങ്ങനെ തിരുത്തി പറയണമെങ്കിൽ നേരിട്ട് ഇപ്പോൾ ഡോക്ടർമാരുടെ മൊഴിയുണ്ടല്ലോ, ഡോക്ടർമാർ പരിശോധിച്ചല്ലേ, അവരുടെ സർട്ടിഫിക്കറ്റിൽ ഇത് പറയുന്നുണ്ടല്ലോ. അവർ ഈ പാടുകൾ കണ്ടതല്ലേ, ഞങ്ങൾ കണ്ടതല്ലേ. ഞങ്ങൾ 26 പേരിൽ കുട്ടികളെ ഒഴിവാക്കിക്കോ, 6-7 കുട്ടികൾ, ബാക്കിയൊക്കെ മുതിർന്നവരല്ലേ. ഞങ്ങളിത് കണ്ടിട്ട് എല്ലാവരും കരഞ്ഞുപോയി. ആദ്യം അവൾ പറഞ്ഞത് ബാത്റൂമിൽ വീണതാണെന്നാണ് പറഞ്ഞത്. പിന്നീട് ഞങ്ങൾ ചോദിച്ചപ്പോഴാണ് അവൾ ഓരോന്നോരോന്ന കാര്യങ്ങൾ പറയുന്നത്. ഈ പാടുകൾ കാണാമല്ലോ, കഴുത്തിലെ കുരുക്കിട്ട കറുത്ത പാടുകൾ, നെറ്റിയിലെ മുഴ, മൂക്കിൽ നിന്ന് രക്തം ആണതിൻ്റെ പാടുകൾ, ചെവിയിൽ രക്തത്തിൻ്റെ ഇത് മാത്രമല്ല, കാറിൽ നിന്ന് ഈ ബ്ലഡ് കിട്ടിയതായിട്ട് പത്രത്തിലൂടെ വായിച്ചല്ലോ നമ്മൾ. അപ്പോൾ അതിൻ്റെ ഫോറൻസിക് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. അതിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ട് ഇപ്പോൾ അത് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് ഒരു സമ്മർദ്ദത്തിന് വഴങ്ങിയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇപ്പോൾ പറയുന്നത് കുടുംബത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് അന്ന് രാഹുലിനെതിരെ ഇത്രയും നുണകൾ പറഞ്ഞതെന്നാണ്. എന്താണ് കരുതുന്നത്? കുടുംബത്തിന്റെ സമ്മർദ്ദത്തിന് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ കണ്ടതൊക്കെയോ, ഈ അടയാളങ്ങളൊക്കെയോ, ഈ മുഴയും ഈ കഴുത്തിലെ പാടുകളും ഈ മൂക്കിൽ നിന്ന് രക്തം വന്നതൊക്കെ നേരിട്ട് കണ്ടതല്ലേ, ഇത് ഡോക്ടർമാർ കണ്ടതല്ലേ. ഞങ്ങൾ 26 പേരിൽ കുട്ടികൾ ഒഴിവാക്കുക, ബാക്കിയുള്ളവർ കണ്ടതല്ലേ. ആ കണ്ടതിൻ്റെയും അവൾ പറഞ്ഞതിൻ്റെയും അടിസ്ഥാനത്തിലാണ് പരാതി കൊടുത്തിരിക്കുന്നത്. ഈ പരാതി തന്നെയാണ് അവൾ പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടുണ്ട്. മകള് എനിക്കും എന്നും എപ്പോഴും മകള് തന്നെയാണ്. മകള് ഇങ്ങനെ പറഞ്ഞതിൽ എനിക്ക് അതിയായ ദുഃഖമാണ് ഇതിലുള്ളത്. കാരണം അത്രയും ഞങ്ങളുടെ മകളെ സ്നേഹിച്ചിട്ടുണ്ട് അവളും. അപ്പോൾ ഇപ്പോൾ അങ്ങനെ മൊഴിമാറ്റി പറയണമെങ്കിൽ അവൾക്ക് തീർച്ചയായിട്ടും സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് അവരുടെ ഭാഗത്ത്. അവരുടെ കസ്റ്റഡിയിലായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർത്തും പറയല്ല, അവരുടെ കസ്റ്റഡി തന്നെ ആയിരിക്കും. അതാണ്. പോലീസ് അന്വേഷണമുണ്ട്, പോലീസ് ഊർജിതമായിട്ട് അന്വേഷിക്കുന്നുണ്ടെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്.
അതിപ്പോൾ CA ആയിട്ട് സംസാരിച്ച് അദ്ദേഹം നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യുന്നുണ്ട്.